ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എള്ളും മില്ലറ്റും ശർക്കര ഓർഗാനിക് ശർക്കരയും കൂടെ ചേർത്ത ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ കമ്പ് അല്ലെ ബജ്രയാണ് ഞാൻ മില്ലറ്റ് എടുത്തിരിക്കുന്നത്. അതൊരു 200 ഗ്രാം മില്ലറ്റ് വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്ത് വെക്കണം. അതുപോലെ തന്നെ എള്ളും നമ്മൾ ഒരു ചീനച്ചട്ടിയിലിട്ട് എള്ള് പൊട്ടുന്ന വരെ ഒന്ന് വറുത്ത് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം. അപ്പം എള്ള് 300 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്, മില്ലറ്റ് 200. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ജീരകം, ചുക്ക് ഇതെല്ലാം പൊടിച്ച് മാറ്റി വെക്കണം. അണ്ടിപ്പരിപ്പും ബദാമും നെയ്യിലൊന്ന് വറുത്ത് പൊടിച്ച് വെക്കണം. എള്ള് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് വെക്കണം. അതുപോലെ തന്നെ മില്ലറ്റും നന്നായിട്ട് പൊടിച്ച് വെക്കണം. ഏലക്ക, ജീരകം, ചുക്ക് അതും പൊടിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഈ പൊടികളെല്ലാം നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കി അതിൻ്റെ അഴുക്ക് കളഞ്ഞ് അരിച്ചെടുത്ത് ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ പാനിയാക്കാനായിട്ട് വെക്കണം. അപ്പം പാനി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് പാനിയാവരുത്. നമ്മുടെ എടുക്കുമ്പോഴും നോക്കുമ്പോൾ കയ്യിലൊട്ടുന്ന ഒരു പരുവത്തിന് നമ്മൾ ശർക്കര റെഡിയാക്കി വെക്കണം. ആ ശർക്കര പാനിയിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളെല്ലാം ശർക്കരയിൽ പിടിച്ച് നന്നായിട്ട് യോജിച്ച് വന്നു കഴിയുമ്പോൾ ഇതുപോലെ റൗണ്ട് ബോൾസായിട്ട് നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ മില്ലറ്റും എള്ളും കൂടെ ചേർത്ത ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്.